ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗാണ്. ഇതിലേക്ക് ചെറിയ രീതിയിലുള്ള കിച്ചൺ ഓർഗനൈസേഷൻ, പിന്നെ ഗ്രോസറി റീഫില്ലിങ്, അതുപോലെ മോൻ നാട്ടിൽ നിന്ന് വരുന്ന ദിവസമായിരുന്നു കേട്ടോ. മോൻ നാട്ടിൽ നിന്ന് ഒരു 1 വീക്കിൻ്റെ ലീവ് ഉണ്ടായിരുന്നു, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് ബാക്ക് ഒരു 3-4 വീഡിയോസ് മുൻപ് ഞാൻ കുറച്ച് ഇങ്ങനെ ഈ കൈൻഡ് ഓഫ് ഓർഗനൈസേഴ്സൊക്കെ വെച്ചിട്ട് കിച്ചണിൽ ഒന്ന് ചെറിയ ചേഞ്ചസ് വരുത്തിയതൊക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു സ്പൈസ് റാക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാമെന്നുള്ളത്. ഇത് നോർമലി എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഓഫ് സ്പൈസ് റാക്കാണ്, പക്ഷേ അത്യാവശ്യം സൗകര്യം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മാത്രമല്ല നല്ല ഓഫറിലായിരുന്നു. 21 ദിറംസിനോ മറ്റോ എനിക്ക് കിട്ടിയത് ഇവിടെ ഒരു ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ചെറിയ ചെറിയ സ്പൈസസ് നമുക്ക് ഒറിഗാനോ, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, ഇതിൻ്റെയൊക്കെ പൊടികളില്ലേ, നമ്മൾ അത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇട്ട് വെക്കാൻ, അതൊക്കെ അത്രയല്ലേ ഉണ്ടാവും ക്വാണ്ടിറ്റി. പിന്നെ ഈ പാഴ്സ്ലി ലീഫ്, അതിൻ്റെ ബേസിൽ ലീവ്സിൻ്റെ ഡ്രൈ ഫോം, അതൊക്കെ അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് കുറച്ചായിട്ട് തപ്പി നടക്കുന്നുണ്ടായിരുന്നു. നോർമലി കാണുന്നൊരു മോഡലാണെങ്കിലും പിന്നെ ഇത് നല്ല ഓഫറിൽ കണ്ടപ്പോൾ അതങ്ങ് വാങ്ങി. അതല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 ദിറംസ് 45 ദിറംസ് ഒക്കെ വരും. പക്ഷേ ഇത് 21 ദിറംസ് കണ്ടപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ബിരിയാണി കളർ ഉണ്ടല്ലോ, അതിൽ നിന്ന് പറഞ്ഞാൽ ഓരോ ഭാഗങ്ങളിലുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തു. ഒരു പകുതി പോർഷൻ ഇതിലേക്ക് ഫില്ല് ചെയ്തു. കാരണം ഇതൊക്കെ പിന്നെ ഒരുപാടൊന്നും നമുക്ക് യൂസ് വരുന്ന സാധനങ്ങളല്ല. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കുമ്പോൾ കളർ, അങ്ങനെയെല്ലാം മാത്രം ആവശ്യമുള്ള സാധനമാണല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി പോർഷൻ അതിലേക്ക് ഫില്ല് ചെയ്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി. കാരണം കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിൽ തന്നെ ഞാൻ ഇപ്പം മന്തി മസാലയൊക്കെ, അല്ലെങ്കിൽ തിക്ക മസാല, അതൊക്കെ ചിലത് റെഡിമെയ്ഡ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാവില്ല. ഈ കൈൻഡ് ഓഫ് ഐറ്റംസ് എല്ലാം നമുക്ക് എപ്പോഴെങ്കിലല്ലേ യൂസ് വരുന്നുള്ളൂ. പിന്നെ എക്സ്പയറി ഡേറ്റും എപ്പോഴും നോക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പം ഞാൻ ആ ഒരു ഡേറ്റ് എല്ലാം തന്നെ ഓരോന്നിൻ്റെയും കട്ട് ചെയ്തിട്ട് ഓരോ ഈ സ്പൈസ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പയറി ഡേറ്റ് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും ഡേറ്റ് നമുക്കൊന്ന് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അതെല്ലാം അത് ഇതിപ്പം അതിൻ്റെ ആ ഒരു ചെറിയ ബോക്സ് കളയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഐഡിയ ഇല്ല ഇത് എപ്പോഴാണ് ഇതിൻ്റെ എക്സ്പയറി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതുപോലെ സ്പൈസസ് ഇതുപോലുള്ളൊരു റാക്കിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ എക്സ്പയറി ഡേറ്റ് എന്തായാലും കട്ട് ചെയ്തിട്ട് ആ പാക്കറ്റിൽ ആ ഒരു ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ അത് വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങിയതാണ് കേട്ടോ. അതായത് 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ. അതും ഇതിൻ്റെ മുകളിൽ ഈ കൈൻഡ് ഓഫ് ഐറ്റംസ്, ഡ്രൈ ഐറ്റംസ് ഒക്കെ വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലായിരുന്നു ഉണ്ടായത്. അതൊക്കെ ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുറേ കാലം മുൻപേ ഉള്ളതാണ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അങ്ങനെ ഈ ഒരു 4 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ബോക്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അതായത് നമ്മളെ കിച്ചൺ ഗ്യാസ് സ്റ്റൗ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഏരിയയിലാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ വെച്ചത്. അതായത് നിങ്ങളിപ്പോൾ നേരെ കാണാം ആ ഒരു വൈറ്റ് കാനിസ്റ്റേഴ്സ്, അതിൽ കോഫി, ഷുഗറും ടീ പൗഡറും ഇട്ട് കൊടുത്തിരിക്കുന്ന, പിന്നെ നമ്മുടെ പെപ്പർ ഗ്രൈൻഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ഷെൽഫിലാണ് ഈ ഒരു സ്പൈസ് റാക്കും പിന്നെ ഈ ഒരു സ്ക്വയർ ബോക്സും എല്ലാം വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയ തന്നെ ബാക്കിയുള്ള എല്ലാ സ്പൈസസും ഉണ്ട്. ഇങ്ങനെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് കിച്ചണിൽ കുക്ക് ചെയ്യുമ്പം ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പം നാട്ടിലെ വീട്ടിലെല്ലാം എനിക്ക് സാധനങ്ങൾ കുറച്ചെല്ലാം സ്റ്റോർ റൂമിലായിരിക്കും, അല്ലെങ്കിൽ ഓരോ ക്യാബിനിൽ അവിടെ ഇടലായിട്ടായിരിക്കും. പക്ഷേ അതെല്ലാം ഇനിയിപ്പോൾ ഇൻഷാല്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ അതും ഈ ഒരു ലെവലിലൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്നുണ്ട്. നമ്മുടെ പണികൾ കുറച്ചുകൂടി എളുപ്പമാക്കി തരും നമുക്ക് ഈ ഒരു രീതിയിലെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ അതെല്ലാം ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്.
അപ്പോൾ ഇതാ ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ചില്ലി ഫ്ലേക്സൊക്കെ നമുക്ക് ഓംലെറ്റിനായാലും ഇനിയിപ്പം ലസാനിയ ഇങ്ങനെ പല ഐറ്റംസും നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുമ്പം പല ഇതിനും ആയിട്ട് ദാൽ ഫ്രൈ ഇങ്ങനത്തെ നമുക്ക് ചില്ലി ഫ്ലേക്സിൻ്റെ ആവശ്യമുണ്ട്. ചില്ലി അതായത് ഡ്രൈ ചില്ലി വേറെ തന്നെ വേണം, ഫ്ലേക്സ് വേറെ തന്നെ വേണം, പിന്നെ ഇപ്പം മുഴുവൻ മല്ലി അത് സെപ്പറേറ്റ് വേണം, പൊടിച്ചത് വേറെ വേണം. ഇതിൻ്റെ എല്ലാം ഓരോന്നിനും ഓരോ തരത്തിലുള്ള യൂസ് ആണല്ലോ. അപ്പം എന്തായാലും അതൊക്കെ ഓരോ ഭാഗത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കുക്ക് ചെയ്യുന്ന സമയത്ത്. ടൈം സേവിങ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് നേരം കിച്ചണിൽ കിടന്ന് ഉരുളുന്നത് ഇഷ്ടമല്ല. കുറേ സമയം കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അത് പണ്ടേ അങ്ങനെയാണ്. എൻ്റെ ഉപ്പ ശീലിപ്പിച്ചൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഉമ്മ പൊതുവെ ഭയങ്കര ടൈം എടുത്തിട്ടാണ് കുക്കിങ്ങൊക്കെ, നല്ല ടൈം എടുക്കും. മിക്കവാറും ടൈമുകളിൽ കിച്ചണിൽ തന്നെയാണ്. അപ്പോൾ ഉപ്പാക്ക് തീരെ ഇഷ്ടമില്ല ഈ കിച്ചണിൽ തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനെല്ലാം ആ സെയിം തോട്ടാണ്. എനിക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ പോയി വേഗം ഒരു മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇറങ്ങുന്നൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ പോയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ തീരുമാനിക്കും, എന്തെങ്കിലും അതിനുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു വെക്കും. അതല്ലാതെ കുക്കിങ്ങിന് വളരെ ചുരുക്കം ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യുന്നൊരു പ്രകൃതമാണ് ഞാൻ. കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കിച്ചണിൽ അങ്ങ് ഇറങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസിങ് ഒക്കെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പം നമ്മുടെ സാൻമോൻ കൂടെ തന്നെ ഉണ്ട്. അവന് ഭയങ്കര ഇഷ്ടം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിച്ചണിൽ എൻ്റെ കൂടെ തന്നെ ഇരിക്കുക. അവൻ്റെ സ്ഥിരം ഏരിയ ആണിത്. ഈ ഒരു സ്പേസിലാണ് അവന് എപ്പോഴും ഇരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ തന്നെ കണ്ടില്ലേ ആ ഒരു സ്പൈസ് ജാറ്, ആ ഒരു ഗ്ലാസ് ജാറ്, അത് എപ്പോഴും അവന് ആദ്യമൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ഭയങ്കര മീൻസ് അത് വളരെ തിന്നായിട്ടുള്ള ഗ്ലാസ്സസ് ഒക്കെയാണ്. അങ്ങനെ കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ആദ്യമൊക്കെ വാൺ ചെയ്തതിന് ശേഷം പിന്നെ അവൻ അതൊന്നും തൊടാറില്ല. നല്ല ഡീസൻ്റായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ മുകളിലത്തെ ഷെൽഫ് ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു റൊട്ടേറ്റിംഗ് ജാർ സെറ്റും പിന്നെ ഇതാ 2 റൊട്ടേറ്റിംഗ് ആയി. ഈ റൊട്ടേറ്റിംഗ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഈസി ടു ഹാൻഡിലാണ് ഇത്. പിന്നെ നമ്മൾ ഈ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ സാധനങ്ങൾ എടുക്കാനും വെക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എക്സ്പയറി ഡേറ്റ് അത് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതുപോലത്തെ ടെട്രാ പാക്കിലാണല്ലോ അതൊക്കെ വരുന്നത്. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എക്സ്പയറി ആയോ ഇല്ലയോ എന്ന് നോക്കാൻ എളുപ്പമാണ് കേട്ടോ. ടോട്ടൽ 12 സ്പൈസ് ജാർ വരുന്നൊരു സെറ്റായിരുന്നു എന്ന് തോന്നുന്നത്. 12 ആണോ 16 ആണോ എന്ന് ഓർമ്മയില്ല. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലുള്ളൊരു ഹോൾസ് വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് സംഭവം ഉണ്ട്. അത് ചിലതിനൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കൊടുത്തു. ഞാൻ ചെറിയ രീതിയിൽ റൈറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. കാരണം ഒരുവിധം മസാല എല്ലാം തന്നെ എല്ലാം ഏകദേശം ഒരുപോലെയാണല്ലോ ഉള്ളത്. അപ്പം അതവിടെ എഴുതി എനിക്ക് മനസ്സിലാവും. പക്ഷേ സാറയെല്ലാം കുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അവൾ ഗരം മസാലയ്ക്ക് പകരം മന്തി മസാല ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് കൊടുത്തു. ഈ ഒരു കാസറോൾ 2 കാസറോൾ ഞാൻ അതും ഈ സ്പൈസ് ജാർ വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിയൊരു കാസറോളാണ്. വൈറ്റ് ആൻഡ് ഗ്രേ ഷെയ്ഡിൽ ഗോൾഡൻ ഫിനിഷ് ബോർഡേഴ്സൊക്കെ വരുന്ന രീതിയിലുള്ളൊരു കാസറോൾ. ഒരു കുറച്ച് വലിയ സൈസും ഒരു മീഡിയം സൈസിലും. അതും റീസെൻ്റ്ലി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഗ്രോസറീസൊക്കെ കുറേയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാണ്. അതെല്ലാം ഒന്ന് അതിൻ്റെ ഓരോ സ്ഥാനങ്ങളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയട്ടെ കേട്ടോ. അതായത് ഈ ഒരു ക്രോക്കറി ബിസിനസ് അത് ബൾക്ക് സ്റ്റോക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു 5-8 പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ പ്രോഡക്റ്റ്സ്. അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നെ സ്റ്റോക്ക് നാട്ടിലേക്ക് അയച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അയക്കുന്ന ബാച്ചസിൽ ഉള്ള ഓർഡേഴ്സ് എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ആവാറുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ ബുക്കിംഗ് വേഗം ക്ലോസ് ആകാറുണ്ട്. അപ്പോൾ പിന്നീട് വരുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ പ്രീ ബുക്കിങ്ങിലോട്ടാണ് പോവുക. അതായത് നമ്മൾ സെക്കൻഡ് അയക്കുന്ന ബാച്ചിലാണ് അതുണ്ടാവുക. ഫസ്റ്റ് അയക്കുന്ന ബാച്ചസ് ഫുൾ വേഗം തന്നെ ബുക്കിംഗ്, അതൊരു വീഡിയോ ഇട്ടിട്ട് ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ഫുൾ പിന്നെ ബുക്കിംഗ് ആവും. അതിനുശേഷം വരുന്നതെല്ലാം പ്രീ ബുക്കിങ്ങിലോട്ടാണ് പോകാനും. അപ്പോൾ പിന്നെ ഏകദേശം ഞാൻ അവർക്ക് ടൈം കൊടുക്കാറുണ്ട്. നമ്മൾ ഈ പ്രീ ബുക്കിംഗ് ആണെങ്കിൽ ഒരു മിനിമം 1 month ഒക്കെ എടുക്കും. കാരണം നെക്സ്റ്റ് ഒരു കാർഗോ അറേഞ്ച് ചെയ്ത് നാട്ടിലെത്തിക്കുമ്പോഴേക്ക് സമയം എടുക്കാറുണ്ട്.
അപ്പോൾ മിക്കവാറും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചിലർ ഒരു ഓർഡർ ചെയ്തിട്ടൊരു 10 days ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ വന്നിട്ട് ഇങ്ങനെ എൻക്വയറി ചെയ്യാൻ തുടങ്ങും, സാധനം എന്തായി എത്തിയോ. ഞാനൊരു കുറേ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നതല്ലേ, അപ്പം കുറേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും വന്നിട്ട് പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ ചില സമയത്ത് റിപ്ലൈ തരാൻ പറ്റാറില്ല. പക്ഷേ നിങ്ങൾ അഥവാ വൺസ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സാധനം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വന്ന് ഞാൻ മെസ്സേജ് അയക്കും കേട്ടോ. അത് ഉറപ്പാണ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ. കാരണം എല്ലാവരും ഓർഡർ തരുന്നതിനനുസരിച്ച് ഞാനത് എല്ലാ ലേബൽസിലേക്ക് മാറ്റിയിട്ട് ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ ഐറ്റംസും അത് സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പോലും മിസ്സാവുന്നില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് നാട്ടിൽ, അതായത് പിന്നെ വെച്ചാൽ നമുക്ക് ആദ്യം ആരാണോ ഓർഡർ ചെയ്യുന്നത് അവർക്കുള്ള സാധനങ്ങൾ കൊടുത്തിട്ടാണ് പിന്നീട് വരുന്ന ബുക്കിങ്സിൻ്റെ എല്ലാം, അതായത് നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ബേസിസിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്തവരെ സാധനങ്ങളായിരിക്കും ഫസ്റ്റത്തെ ബാച്ചിലെല്ലാം അയക്കുന്നുണ്ട്. സെക്കൻഡ് ബാച്ചും പിന്നീട് ഡേറ്റിന് ഓരോരുത്തരെയും ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഡേറ്റും അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയായിരിക്കും അയക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചെറിയ ഡിലേസ് എന്തായാലും വരും. കാരണം ഇത് നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ അയച്ചിട്ട് നാട്ടിലെത്താൻ തന്നെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങളൊന്നും തോന്നണ്ട, നിങ്ങളുടെ ചെറിയൊരു അഡ്വാൻസ് മാത്രം വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്, ഫുൾ എമൗണ്ട് വാങ്ങാതെ. കാരണം അതാകുമ്പോൾ എനിക്കും കുറച്ച് സമാധാനമാണ്. ഫുൾ എമൗണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് റിസ്ക് കൂടുതലാണ്. മീൻസ് ഒരാൾ എമൗണ്ട് ഫുള്ളായിട്ട് നമ്മളെ കയ്യിലുണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു അഡ്വാൻസ്, അത് ഏകദേശം 20-25% മാത്രം വാങ്ങിയിട്ട് ബാലൻസ് എമൗണ്ട് സാധനങ്ങൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രം വാങ്ങുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, മാക്സിമം നമ്മൾ അത്ര കെയർ ചെയ്തിട്ടാണ് പിന്നെ ഓരോ ഐറ്റംസും ഇവിടുന്ന് നാട്ടിലേക്ക് അയക്കുന്നത്. അതായത് ബബിൾ റാപ്പും തെർമോക്കോൾ പാക്കിങ്ങും എല്ലാം ചെയ്തിട്ട് എത്ര കെയർ ചെയ്തിട്ടാണ് അയക്കുന്നത്. അങ്ങനത്തെ ടീമാണ് എൻ്റെ കൂടെ ഉള്ളതും. ഓക്കെ, അവർക്കറിയാം എൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവരെല്ലാം ചെയ്തു തരാറുണ്ട്. അപ്പോൾ എന്നിട്ടും ഇത്രയും നമ്മൾ സേഫായിട്ട് പാക്ക് ചെയ്തിട്ടും ചില കേസിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉത്തരവാദിത്വം എടുക്കാൻ കഴിയില്ല. കാരണം ഞാനിത് നാട്ടിലേക്ക് അങ്ങോട്ടേക്ക് വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കാർഗോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത് നമ്മുടെ കൺട്രോളിൽ വരുന്നൊരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് എടുക്കാൻ കഴിയില്ല. എന്നിരുന്നാലും നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ റീപ്ലേസോ എന്താണെന്ന് വേണ്ടത് ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ ട്രാൻസിറ്റിൽ വരുന്ന ചെറിയ പോരായ്മകൾ ഏറ്റെടുക്കാൻ പറ്റില്ല. അതല്ലാതെ എല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഒരു പരിഹാരം എന്തെങ്കിലും കണ്ടെത്താതിരിക്കുകയും ചെയ്യില്ല കേട്ടോ. ഇൻഷാ അല്ലാ കുറേ പുതിയ പ്ലാനിങ്സ് എല്ലാം ഉണ്ട്. ഇപ്പോൾ വേറൊരു ടർക്കിഷ് പ്രോഡക്റ്റിൻ്റെ ടീമുമായിട്ടും ടൈപ്പ് ആയിട്ടുണ്ട്. പിന്നെ അപ്പം അവരുടെ നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് പിന്നെ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങനത്തെ വീഡിയോസ് എല്ലാം ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അതുപോലെ ഷോറൂം വിസിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ പലരുമായിട്ട് ഇങ്ങനെ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിട്ടില്ല, ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഡിഷ് വാഷ് ചെയ്യുന്ന സ്ക്രബ്ബറാണ്. ഞാനിത് റീസെൻ്റ്ലി വാങ്ങിയതാണ് കേട്ടോ. ഞാൻ വാങ്ങിയതല്ല, സാറ അതിൻ്റെ ഭംഗി കണ്ടിട്ട് അവൾ വാങ്ങിയതായിരുന്നു. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു സ്ക്രബ്ബർ, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കിച്ചൺ ഓർഗനൈസിങ്ങും പിന്നെ ഗ്രോസറി റീഫില്ലിങ്ങും എല്ലാം കഴിഞ്ഞു. അതിന് ശേഷം ഇതാ ഞാൻ മോൻ വരുമ്പോഴേക്ക് ഫുഡ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. ഒരു പുഡിങ്ങും പിന്നെ അതുപോലെ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ നൂഡിൽസ് ഉണ്ടായിരുന്നു. അതിലേക്ക് ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഇട്ടിട്ട് ഒരു സ്പൈസി നൂഡിൽസ് ആക്കാനുള്ള പ്ലാനായിരുന്നു. കാര്യം അവന് വന്നിട്ടുണ്ടായത് അബുദാബി എയർപോർട്ടിലാണ്. അബുദാബിയിൽ നിന്ന് നമുക്ക് ഇവിടേക്ക് ഏകദേശം 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. മോനാണ് അവനെ അവിടെ പോയിട്ട് പിക്ക് ചെയ്യുന്നത്, മൂത്ത മോൻ. അപ്പോൾ എന്തായാലും അവർ ലാൻഡ് ചെയ്ത ഉടനെ എന്തായാലും അവിടുന്ന് ഫുഡ് കഴിക്കും. പിന്നെ മാത്രമല്ല അവന് ലാൻഡ് ചെയ്ത് തന്നെ ഏകദേശം 9:45 ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്ക് 12 മണിയൊക്കെ ആവും. അതുകൊണ്ട് തന്നെ അധികം ഹെവി ആയിട്ടൊന്നും വേണ്ട, ലൈറ്റ് ഫുഡ് മതി എന്നുള്ള അഭിപ്രായത്തിലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമാണ് നൂഡിൽസ്. നോർമൽ നൂഡിൽസ് അല്ലാതെ നമ്മൾ ഇങ്ങനെ പ്ലെയിൻ നൂഡിൽസ് വാങ്ങിയിട്ട് അതിലേക്ക് അതെല്ലാ മസാലകളും സംഭവങ്ങളെല്ലാം ഇട്ട് പച്ചക്കറിയും ചിക്കനും എഗ്ഗും എല്ലാം വറുത്തിട്ട് നല്ല ഫ്രൈഡ് നൂഡിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഡെസേർട്ടായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഫ്രൂട്ട് സലാഡായിരുന്നു. എന്തായാലും നെക്സ്റ്റ് ഡേ ഹെവി ആയിട്ട് ഉള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല സിമ്പിളായിട്ടുള്ള 2 ഐറ്റംസാണ് ഉണ്ടാക്കിയത്. ഒന്നാമത് ലേറ്റ് നൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ അവർ കഴിക്കുന്ന കാര്യമെല്ലാം സംശയമാണ്. ഒരുപാടൊന്നും കഴിക്കാൻ നിൽക്കില്ല. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ എത്തുന്നുണ്ടാകാൻ. അതുകൊണ്ട് അങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി. എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ഒരുവിധം പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുട്ട വറുത്തിട്ട് എടുത്തിട്ടുണ്ട്, ചിക്കൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 4 തരം സോസസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നൂഡിൽസും റെഡിയാക്കി. നോൺ മിനിറ്റ്സിൽ കുറച്ച് വെജിറ്റബിൾസ് ഓർഡർ ചെയ്തു. ബ്രോക്കലി, പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ആ ഐറ്റംസൊക്കെ എത്തിയിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ രാത്രി ഇവർ വരുന്ന ടൈമിൽ ഇവർ കുറച്ച് നേരത്തെ എത്തുന്നതെങ്കിൽ പിന്നെ അരിപ്പത്തിരിയും കറിയും ഇങ്ങനെ ആക്കാമെന്നുള്ള പ്ലാനായിരുന്നു. നൂഡിൽസിൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. പക്ഷേ ഇവരെ ഫ്ലൈറ്റിൻ്റെ ഡിലേ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ലേറ്റ് ആവുമെന്ന് കണ്ടതുകൊണ്ട് പിന്നെ പ്ലാനങ്ങ് മാറിയതാണ്. അപ്പോൾ ഈ വക ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നൂണിൽ ഓർഡർ ചെയ്തു, അത് വരുത്തിച്ചു. അങ്ങനെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നൂഡിൽസ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ പ്ലെയിൻ നൂഡിൽസ് ഇതാ ഞാൻ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഇതാ ഈ ഒരു പാത്രത്തിൻ്റെ ലിഡ് ഇട്ട് കൊടുത്തിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ട് ഞാൻ എടുത്തിരിക്കുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് പോട്ടിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ഡെപ്തുള്ളൊരു പോട്ടാണ്. ഫുൾ ഗ്ലാസ്സിലാണ് വരുന്നത്. വുഡൻ ഹാൻഡിലാണ് വരുന്നത്. മെറ്റലിൽ വുഡൻ ഹാൻഡിലോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ. നല്ല ഭംഗിയുള്ള പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഈ ഒരു പോട്ട് വാങ്ങിയിട്ട് കുറച്ചായി. ഇടയ്ക്ക് എന്തൊക്കെയോ പായസം ഉണ്ടാക്കാൻ അങ്ങനെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തെന്നല്ലാതെ വേറൊന്നിനും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നൂഡിൽസ് ഈ ഒരു പോട്ടിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ നമുക്ക് മിക്സിങ് നടക്കില്ല, കാരണം ഡെപ്തുള്ള പോട്ടാണ്, ഭയങ്കര വിട്ടും ഇല്ല. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണമല്ലോ. എന്തായാലും മസാല മുഴുവൻ ഇതിലാക്കിയിട്ട് മിക്സിങ് ലാസ്റ്റ് വേറൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ തന്നെ ഇട്ട് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ആ ഒരു ഗ്ലാസ് പോട്ട് കഴുകിയതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കുക്കിംഗ് പോട്ട് വാങ്ങിച്ചത്. നമ്മൾ ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ എന്തായാലും അടിയിൽ പിടിക്കും. അതുകൊണ്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് നമുക്കിതിൽ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഫ്ലെയിം. പിന്നെ പക്ഷെ അത് നമ്മൾ ദം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കത് കുറച്ച് നേരം അവിടെ വെച്ച് കുക്ക് ചെയ്യാനൊക്കെ വെക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഫ്ലെയിം നല്ല ഡൗൺ ആക്കി കൊടുക്കണം. എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് പിന്നെ കുറച്ച് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു, പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു, പിന്നെ ബ്രോക്കലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി കുറച്ച് നേരം കുക്കാവേണ്ട ഐറ്റംസ് എല്ലാം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ക്യാബേജ്, പിന്നെ ചിക്കൻ സ്റ്റോക്ക്, അതുപോലെ പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു, അതായത് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഈ ഒരു കുക്കിംഗ് പോട്ടിൽ വെച്ചിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല സൗകര്യത്തിൽ മിക്സ് ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് കുറച്ച് വീണ്ടും ബട്ടർ ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് അടിച്ചതിന് ശേഷം വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോട്ടിൽ പിന്നെ ഫുള്ളായിട്ടങ്ങ് ഒഴിച്ചു. ഏകദേശം 3 മുട്ടയോളം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മുട്ട വറുത്തതിന് ശേഷം അത് നമ്മുടെ ആ ഒരു ഗ്രീൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇതുപോലെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആയിരുന്നു യൂസ് ചെയ്തത്. ആ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ച് ചിക്കൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചെറിയ രീതിയിലൊന്ന് നുറുക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കുക്കിംഗ് പോട്ടിലേക്ക് തന്നെ സോയ സോസ് ഒഴിച്ചു കൊടുത്തു, ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തു, ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ സിറാച്ച ചില്ലി സോസ് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 4ആണ് മെയിനായിട്ട് എടുത്തിട്ടുള്ള സോസസ്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തു.
ഞാനിനി വേവിച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മസാലകളും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പ്രിംഗ് അണിയൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മുടെ ആ ഒരു മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കിടക്കുന്നത്. അപ്പം നല്ല രീതിയിൽ 2 സ്പൂണൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നൂഡിൽസ്. ഇവിടെ ഹസ്ബൻഡും മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നൂഡിൽസ് തയ്യാറാക്കുമ്പോൾ. ഈവൻ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നോർമലി എനിക്ക് നൂഡിൽസ് ഇഷ്ടമല്ല, പിന്നെ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദമ്മാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഈ ഒരു ഗ്ലാസ് പോട്ടിലേക്ക് തന്നെ നേരത്തെ മിക്സ് ചെയ്ത് മൊത്തം എടുത്തിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ കൊണ്ടുപോയി സെർവ് ചെയ്തത്. അപ്പോഴേക്ക് ഇഷാനും അമനും എത്തിയിട്ടുണ്ട്. മാഷാഅല്ലാഹ് അവനിപ്പോൾ കുറച്ചായി കണ്ടിട്ട്, ഏകദേശം ഞാൻ കണ്ടിട്ടൊരു 2 മാസമായി. അൽഹംദുലില്ലാഹ് എന്തായാലും അവനിക്കിങ്ങനെ വരാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വ്ളോഗ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.